ഹായ്, ഇന്ന് നമുക്ക് ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാം. അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇനി വൈകിട്ടത്തെ ചായക്കായാലും ഇത് നല്ലതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങളുടെ സാധാരണയുള്ള അളവിനേക്കാളും ഒരല്പം ഒന്ന് കുറച്ചിട്ട് എടുത്താൽ മതി. കാരണം നമ്മൾ പിന്നീട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് വേറെ ചേർക്കുന്നുണ്ട്. ഇനി 2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വെള്ളം അരിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ഓരോ പൊടിക്കും വേണ്ട വെള്ളത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഈ വെള്ളം മുഴുവൻ എടുത്തിട്ടില്ല. പൊടി മുഴുവൻ നനയുന്ന പോലെ വെള്ളം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു സോഫ്റ്റിൽ പൊടി മിക്സ് ആയിട്ടുണ്ടാവണം. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് കൈകൊണ്ട് തൊടാൻ പാകത്തിലുള്ള ഒരു ചൂടാകുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുറച്ച് സമയം കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു വലിയ ഉരുള എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ എല്ലാതും ഉണ്ടാക്കി വയ്ക്കണം. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടായി ആവി വരുമ്പോൾ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. 10-15 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കണം. ഉള്ളു വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഈ കൊഴുക്കട്ടയൊക്കെ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ചൂട് ഒന്ന് തണിയുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം 4 നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ കൊഴുക്കട്ടയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വയ്ക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി എടുക്കാം. 1/4 ടീസ്പൂണിലും കുറവ് മതി. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അല്പം ഉപ്പും 3/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോൾ 5 ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർക്കാം. തേങ്ങ വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടും ചേർക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുളകുപ്പിന്റെ വെള്ളം ഇതിലേക്ക് ചേർക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ കട്ട് ചെയ്ത് വെച്ച കൊഴുക്കട്ടയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ ഗ്രേവി എല്ലാ കൊഴുക്കട്ടയിലേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. ഇത് കാലത്തായാലും വൈകിട്ടായാലും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഐറ്റാണ്. അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.